ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 മക്കബായർ 2:64. എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. സെഹിയൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർഖാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മക്കബായരുടെ 1-ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലെ 64-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. എന്താണ് ധൈര്യമായിരിക്കാൻ കാരണം? നിയമത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് വലിയ ബഹുമതി ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നവനോട് കർത്താവ് പറയാണ്, നിനക്ക് വലിയ ബഹുമതി ലഭിക്കും. നീ അതിൽ എന്തു കാര്യം ഉണ്ടായാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിൽ നിയമമെന്ന് പറയുന്നത് വചനമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിക്കാനിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവവചനത്തിൽ കർത്താവിൻ്റെ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഓർക്കാണ്, കുറേ നാളുകൾക്ക് മുമ്പ് അടപ്പാടി സഖ്യോ ധ്യാന കേന്ദ്രത്തിൽ ചേട്ടൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അദ്ദേഹം ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവവചന ഭാഗത്തിൽ അത്ര ഒരു വിശ്വാസമില്ല. അതായത് ദൈവത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ധാരാളം സ്തുതിക്കണം, കർത്താവിനെ ആരാധിക്കണം, ചങ്കുപൊട്ടി കർത്താവിൻ്റെ നാമത്തെ വിളിക്കണം, പ്രൈസ് വർഷിപ്പ് നടത്തണം. അത് കർത്താവിൻ്റെ നിയമത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ബോധ്യമില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വന്ന് വചനം കേട്ട്, ക്ലാസ്സുകൾ കേട്ട്, ശുശ്രൂഷകൾ സംബന്ധിച്ച് കൗൺസിലിംഗ് എല്ലാം കൂടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നൊരു സംഗതി തന്നെയാണ്, ഇത് വിശ്വസിക്കേണ്ട സംഗതിയാണ്, ഇത് ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ കാര്യത്തിൽ അങ്ങനെ ഉറച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞതുപോലെ വലിയ ബഹുമതി കൊടുത്ത്, വലിയ അനുഗ്രഹം കൊടുത്ത്, വലിയ കൃപ കൊടുത്ത്, വലിയ ഭാഗ്യം കൊടുത്ത്, വലിയ അനുഗ്രഹം കൊടുത്ത് കർത്താവ് അയാളെ സമ്പന്നനാക്കി. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പോൾ സാക്ഷി ഒന്ന് കാണാം. എൻ്റെ പേര് ജോർജ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 10 വർഷം കഴിഞ്ഞിട്ടും ഈ ജോർജിന് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയായിരുന്നു? ട്രീറ്റ്മെന്റ് നടത്തിയായിരുന്നു. അതിനുശേഷം കുറെ പേര് പറഞ്ഞു ഞങ്ങൾ സഹിയോനിൽ പോയിട്ട് ഒരു ധ്യാനം കൂടണം. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടന്നു നോക്കി, എന്നിട്ട് 10 വർഷമായിട്ട് മക്കൾ ജനിക്കുന്നില്ല. അപ്പൊ ആരാണ് സഹിയോൻ ധ്യാനം കൂടാൻ ആരാ പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരുമായിരുന്നു. ഭാര്യയുടെ വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞ് അട്ടപ്പാടി സഹിയോൻ പോരാച്ചത് താമസിച്ച് ധ്യാനം കൂടാൻ വേണ്ടി ഒരു ഉപദേശം ലഭിച്ചു. എന്നിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഈ കരിസ്മാറ്റിക് കൈവൊക്കി ദൈവത്തെ സ്തുതിക്കലും ചാട്ടവും തുള്ളലും ഒക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് പോകാനെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ മടിയുള്ള കുറെ ആൾക്ക് എന്നെ തിരുപ്പുണ്ട് ചേട്ടാ, ഒരു വിഷമം പറയാൻ. അതിനുശേഷം അളമുട്ടിയ ചേരയും കടിക്കും എന്ന് പറഞ്ഞ മാതിരി ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി 2 കൗൺസിലിങ്ങിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ 2 മാസത്തിനുള്ളിൽ ഭാര്യ പ്രഗ്നന്റ് ആവുമെന്ന് പറഞ്ഞു. കൗൺസിലിംഗ് സമയത്തെ. അപ്പോഴും എനിക്കൊരു സംശയം. എന്നാലും ഞാൻ വിശ്വസിച്ചു. തിരിച്ച് ധ്യാനമൊക്കെ കൂടി വീട്ടിൽ പോയി. ആദ്യത്തെ മാസത്തിൽ തന്നെ ഭാര്യ പ്രഗ്നന്റ് ആയി. യേശുവേ, യേശു അത്ഭുതം ചെയ്തായിരിക്കും. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ധ്യാനത്തിന് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാനത്തിന് ഒച്ചയുള്ള സ്തുതിപ്പ്, ഒച്ചയുള്ള പ്രാർത്ഥന, ഡാൻസ്, ഇതൊന്നും ശരിയല്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ധ്യാനം കൂടി. കൗൺസിലിംഗ് സമയത്ത് കൗൺസിലർ പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ ഭാര്യ പ്രഗ്നന്റ് ആകുന്നതായി ഈശോ കാണിക്കുന്നു, കുഞ്ഞിനെ നൽകുന്നതായി കാണിക്കുന്നു. അത് മാത്രമല്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു ആൺകുഞ്ഞിനെ നൽകി
ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. Praise the Lord. ഹല്ലേലൂയ. നോർമൽ ഡെലിവറി നല്ല കർത്താവ് അനുഗ്രഹിച്ച്. ഇപ്പൊ ശരിക്കും കരിസ്മാറ്റിക് ധ്യാനം നല്ല ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. എനിക്ക് മുഖപരിചയമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീർച്ചയായിട്ടും നല്ലൊരു അഭിഷേകങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറയുന്നത് നമുക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു, ആ മുൻവിധി അങ്ങോട്ട് മാറണം. എന്തായാലും വന്നു കഴിയുമ്പോൾ ദൈവം ശരിക്കും അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. കരിസ്മാറ്റിക് നവീകരണം എന്നുള്ള ബോധ്യം ലഭിച്ച് അനുഗ്രഹിച്ചു. ഇപ്പൊ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ല ഒരു സന്തോഷം. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ഞാൻ സ്തുതിക്കുന്നു. വായ തുറന്ന് ഉച്ചത്തിൽ ദൈവത്തെ യേശുവിനെ വിളിക്കുകയും മറ്റുള്ളവരോട് ഞാനത് പറയുകയും ചെയ്യാറുണ്ട്. അപ്പൊ ആ ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ അനേകരും അത് പറയാനും തുടങ്ങി. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കൈകളടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. കൈകൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. കൈകൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം വിശ്വസിച്ച് അത് കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അത്ഭുതകരമായി കൃപാവരങ്ങൾ കൊണ്ട് അനുഗ്രഹം കൊണ്ട് ദാസനെ നിറച്ചു. ഹല്ലേലൂയ. കർത്താവ് വെളിപ്പെടുത്തിയാണ്, കർത്താവിൻ്റെ വചനത്തിൽ നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ധൈര്യം അവലംബിക്കും, ഭയപ്പെടാതിരിക്കുവിൻ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം കർത്താവിനെ സ്വതന്ത്രമായി സ്തുതിച്ച് ഒന്ന് ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാം. എന്നാൽ നല്ല ഫ്രീ ആയിട്ട് കർത്താവിനെ ഇങ്ങോട്ട് ആരാധിക്കുക, കർത്താവിനെ അങ്ങ് സ്തുതിക്കുകയാണ്. അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്, കർത്താവിൻ്റെ ഒരു വചനമാണ്. അതനുസരിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്ത് അനുഗ്രഹിക്കും. കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, കർത്താവെ ആരാധന. ഓ കർത്താവായ ദൈവമേ, ഓരോ ദാസന്മാർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. വചന ശുശ്രൂഷ സംബന്ധിച്ചെടുക്കുന്ന ഓരോ ദാസന്മാരുടെയും കർത്താവെ സ്തുതിപ്പിൻ്റെ സ്വരം അവിടുത്തെ മുൻപിൽ എത്തുമ്പോൾ അവിടുന്ന് സ്വർഗത്ത് നിന്ന് കരം നീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിനെ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും കർത്താവെ അരുളി ചെയ്യപ്പെട്ട വചനം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ സ്തുതിപ്പിൻ്റെ സമയത്ത് അങ്ങ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഈ സമൂഹത്തിന് മേൽ ഈ നിമിഷം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. വചന ശുശ്രൂഷയെ തടസ്സങ്ങളുടെ എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, വലിയ കൃപാവരങ്ങൾ കൊണ്ട് നിറയട്ടെ. ഹല 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 ഹല. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയാമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവമക്കളാകാൻ നാം എന്തു ചെയ്യണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, നാം അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനമെന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തൻ്റെ അരുമ മക്കളോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമെന്ന് പറയുന്നത്,
തന്നെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും പീഡാസഹനവും ഉത്ഥാനവും വഴി നമ്മൾ ദൈവമക്കളായി തീർന്നു. യേശുവിന്റെ കുരിശുമരണത്തിലും പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ മകനും മകളുമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്. കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവമകനും മകനുമായി തീരുകയാണ്. മാമോസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഇവിടെ സ്നേഹ പറയുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അടുത്ത വാക്ക് പറയാണ്, നാം അങ്ങനെയാണു താനും. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാണോ? നമ്മൾ ദൈവ മക്കളാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു മറുപടി വന്നിട്ടുണ്ട്. അതെ എന്നോ അല്ല എന്നോ ഒരു മറുപടി വന്നിട്ടുണ്ട്. ഈ വചനശോധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വന്ന മറുപടി അതെ, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്ന് തന്നെയാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. ശരിയാണ്, ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നു. നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വ്യക്തി ആയതുകൊണ്ട് നീ യേശുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. നീ ദൈവത്തിൻ്റെ മകനും മകളും എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അതിന് അടുത്ത വാക്യം, അടുത്ത സന്യാസം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാൽ ഞാൻ അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാന്ന് ഉറപ്പിച്ച് പറയാൻ എത്ര പേർക്ക് ഇതിനകത്തിരിക്കുന്നവർക്ക് സാധിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നാം ദൈവത്തിൻ്റെ മകനുമാണെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനും മകളെന്ന് ഉറപ്പാണെന്നുണ്ടാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഉദാഹരണം പറയാം, ചിലപ്പോൾ അപ്പൻ ചിലപ്പോൾ പറയാറുണ്ട്, നീ എൻ്റെ മോൻ തന്നെയാടാ. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ മകനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ അപ്പൻ പറയും, നീ എൻ്റെ മകൻ തന്നെയാടാ, എനിക്കൊരു അഭിമാനമാണ് നീ. മകൻ തന്നെ, മകനെ കുറിച്ച് അപ്പൻ തന്നെ സാക്ഷ്യപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പൂച്ചക്കുഞ്ഞാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ പൂച്ചക്കുഞ്ഞിൽ പൂച്ചയുടേതായ സ്വഭാവ സവിശേഷത ഉണ്ടാകുമ്പോഴാണ് അതിനെ പൂച്ചക്കുഞ്ഞെന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മനുഷ്യനെന്ന് വിളിക്കപ്പെടുകയും മൃഗത്തെ പോലെ ജീവിക്കുകയും ചെയ്താൽ മനുഷ്യനെന്ന് വിളിക്കപ്പെടാൻ സാധ്യമല്ല. ഇനി ഞാൻ ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളെന്ന് വിളിക്കപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനൊരു ദൈവത്തിൻ്റെ മകനും മകളുമാണോ? ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനും മകളുമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ചില സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യരിലുള്ള ഗുണഗണങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവത്തിൻ്റെ മകനും മകളുമാകണമെങ്കിൽ അവിടെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് വചനം പഠിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 14, റോമ 8:14. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ നീ അങ്ങനെ വിളിക്കപ്പെടുന്നു. പക്ഷേ നീ അങ്ങനെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിനക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ പരിശുദ്ധാത്മാവിനാൽ, നീ ദൈവാത്മാവിനെ നയിക്കപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, നീ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ? ബൈബിളിൽ ദൈവാത്മാവിനെ നയിക്കപ്പെട്ടവരെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മകനും മകളും എന്ന് വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ബൈബിൾ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 27. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ശിമയോൻ എന്ന് പറയുന്ന നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നതുമായ ശിമയോന്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചാണ് വെളിപ്പെടുന്നത്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തേക്ക് യോസേപ്പ് പിതാവും മാതാവും കൂടെ ഉണ്ണീശനെ എടുത്തുകൊണ്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിമയോൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകന് ഒരു പ്രേരണ ഉണ്ടാകുകയാണ്. ദൈവാത്മാവ് നയിക്കുകയാണ്, പറയുകയാണ്, നീ ഇപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ചെല്ലുക. അവൻ വേറൊന്നും ചിന്തിക്കാൻ നിന്നില്ല.
കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ നേരെ ജെറുസലേം ദേവാലയത്തിൽ കയറി ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താ? ഇതാ യൗസേപ്പ് പിതാവും മാതാവും ഉണ്ണീശനെ എടുത്തുകൊണ്ട് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ രക്ഷ കാണാൻ തക്കവിധം അവന്റെ കണ്ണുകളിൽ ദൈവം കൃപയൊഴുകി. അവർക്ക് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് ചെന്നു. അതാണ് നിന്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീ ദൈവത്തിന്റെ മകനും മകളുമായി മാറണമെന്നുണ്ടെങ്കിൽ നീ ദൈവാത്മാവിനെ നയിക്കപ്പെടണം, നീ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടണം. അപ്പോൾ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരുടെ കണ്ണിൽ ദൈവിക ദർശനങ്ങൾ ലഭിക്കും, ഹിതകരമായ കാഴ്ചകൾ ഉണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ദൈവമാണ് യഥാർത്ഥ ദൈവം. അവൻ്റെ ജീവിതത്തിന് ഓരോ സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. ജീവിതത്തിന് ഓരോ സംഭവങ്ങൾക്ക് പുറകിലും അവന് ദൈവത്തെ കാണാൻ പറ്റും. അവർക്ക് പറയാം ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ മറുവശം നിങ്ങളെ കാണിച്ചു തരാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അത് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാമത്തെ അധ്യായത്തിലെ 10-11 വാക്യങ്ങളാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 10 and 11. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പൗലോസ്ലീഹായുടെ ആ കപ്പൽ യാത്രയെക്കുറിച്ചുള്ള വചനഭാഗങ്ങളാണ്. അപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവനായിരുന്നത് കൊണ്ട് പൗലോസ്ലീഹ അവിടെ കപ്പിത്താനും ശതാധിപനും ഒക്കെ ഉണ്ട്. അവരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് വചനം വായിച്ചേക്കാം. മാന്യരെ, നമ്മുടെ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടം വരുത്തുമെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെയല്ല, കപ്പിത്താനെയും കപ്പലുടമയുമാണ് അനുസരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസൊക്കെ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ഒരു അപകടം വരുന്നത് കാണുന്നു, കപ്പൽ തകരുന്നത് കാണുന്നു, അനർത്ഥം ഉണ്ടാകുന്നത് കാണുന്നു. ഒരേ പൗലോസിനെ ആത്മാവ് പറഞ്ഞു, ഇത് വലിയ അപകടം വരുത്തി വയ്ക്കും. എന്നാൽ ആ കപ്പിത്താനോ ആ കപ്പലുടമയോ പ്രിയപ്പെട്ട ദൈവാത്മാവിനെയോ പരിശുദ്ധാത്മാവിനെയോ പ്രേരണ അനുസരിക്കുന്നത്. അവൻ ഈ ലോകത്തിന്റെ ബുദ്ധിയിലും ഈ ലോകത്തിന്റെ യുക്തിയിലും ഈ ലോകത്തിന്റെ കാര്യങ്ങളിലുമാണ് അവൻ വ്യാപരിക്കുന്നത്. ആ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെ അല്ല, കപ്പിത്താനെയും കപ്പലുടമയാണ് അനുസരിച്ചത്. ആ ശതാധിപൻ കണ്ടത് ദൈവാത്മാവിന്റെ നയിക്കപ്പെടലോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളല്ല അനുസരിച്ചത്. എന്തായി? ഒരുപാട് അപകടങ്ങൾ ചെന്ന് ചാടിയില്ലേ? നിനച്ചിരിക്കാതെ ഒരുപാട് തരത്തിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ ചിന്തിക്കണം. നീ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ? നീ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ? കാറ്റ് ഇഷ്ടമുള്ളതൊക്കെ വീശുന്നത് പോലെ ആത്മാവിലെ ചരിത്രത്തിൽ നീ മൂവ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഓർക്കാണ്, അട്ടപ്പാടിയിൽ ഒരു വെള്ളിയാഴ്ച കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ മുകളിലുള്ള ഒരു ചാപ്പലിൽ ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു സിസ്റ്ററിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ടൊരു പ്രേരണ കൊടുത്ത്, ഇപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണശാലയുടെ ആ ഭാഗത്തേക്ക് ചെല്ലുക. ഒരു പ്രേരണ കിട്ടി. ആ സിസ്റ്റർ ചാപ്പല് പ്രാർത്ഥിച്ച സിസ്റ്റർ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നേരെ ഭക്ഷണശാലയിലേക്ക് ഓടാണ്. അപ്പോൾ കൂടുന്ന സമയം എങ്ങോട്ട് പോരാന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ വേഗം ചെല്ലുകയാണ്. അപ്പോൾ ചെന്ന് നോക്കുന്നത് കാണിച്ചത് ആ ഭക്ഷണശാലയുടെ ഒരു സൈഡിലായിട്ട് ഒരു വ്യക്തി തല കറങ്ങി ചെറിയ ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ വാഷ് ബേസിൽ തല വെച്ച് അതേപോലെ വിഷമിച്ച് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ബാക്കി എല്ലാവരും ശുശ്രൂഷ പ്രാർത്ഥന ആയതുകൊണ്ട് ആ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ സിസ്റ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പോൾ തന്നെ ദൈവം ആ വ്യക്തിയെ രക്ഷിക്കാൻ തക്കാതെ സിസ്റ്റർ ഉപകരണമാക്കി മാറ്റി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ലീഹ നമ്മളോട് പറഞ്ഞു, കണ്ടാലും പിതാവ് എത്രയോ വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, ദൈവത്തിന്റെ മകനും മകളും വിളിക്കപ്പെടുന്നു എന്ന് സ്ലീഹ പറയാണ്. നാം അങ്ങനെയാണു താനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ദൈവത്തിന്റെ മകനും മകളും എന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം നടക്കണം. അതാണ് കർത്താവ് കൂട്ടിച്ചേർത്തത്. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാര്. നീ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഓരോ സാഹചര്യം പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നുണ്ടോ? നിന്റെ ബുദ്ധിക്കും നിന്റെ തോന്നലും നിന്റെ ചിന്തയ്ക്കും അനുസരിച്ചാണ് നീ പോണത്. മാനസികമായ പ്രേരണകൾക്ക് നിന്റെ അറിവും നിന്റെ വിദ്യാഭ്യാസവും നാട്ടുകാരുടെ ഉപദേശവും പലവിധ സാഹചര്യങ്ങളിലും മുഴുകിയാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് ഉപദേശത്തിനനുസരിച്ചാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഒരുപാട് തരത്തിലുള്ള മായ പ്രപഞ്ചങ്ങൾ പിന്നാലെ നീ പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ഉള്ളിൽ ഏത് ആത്മാവ് നിന്നെ നയിക്കുന്നത്? നീ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശിമെയോന്റെ കണ്ണുകൾ കണ്ടതുപോലെ കർത്താവിന്റെ രക്ഷ നിന്റെ കണ്ണുകൾ കാണും. നീ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നില്ലെങ്കിൽ കപ്പലുടമയെ അനുഗമിച്ച ശതാധിപന്റെ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരും.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്കൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയണം, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്, അങ്ങനെ ഞാൻ വിളിക്കപ്പെടുന്നു എന്ന്, ഞാൻ അങ്ങനെയാണ് താനും എന്ന് പറയണമെങ്കിൽ ദൈവാത്മാവ് നമ്മളെ നയിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ തുറന്ന് പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ തോന്നലുകളെ വിവേചിച്ച് മനസ്സിലാക്കാൻ തക്ക വലിയ വിവേചനത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിച്ചെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഉജ്ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രചോദനങ്ങളെ, പ്രേരണകളെ വിവേചിച്ച് മനസ്സിലാക്കാൻ തക്ക ദാസന്മാരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ യേശു നാമശക്തിയാൽ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവമക്കളായി തീരുക. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ. തിരുമുമ്പിൽ ബലിയായി തീരാൻ, തിരുമാംസരക്തമാകാൻ. ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താരമുന്നിൽ. ഉരുകുന്ന ഹൃദയങ്ങളോടെ അണയുന്നു അൾത്താരമുന്നിൽ. ചെറുതെങ്കിലും ജീവകാണിക്കയിൽ കൃപമാരി തൂകേണമേ. കുറവെങ്കിലും ദിവ്യ കൂദാശയിൽ ഒരു പങ്കു നൽകേണമേ. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കർത്താവെങ്കിലേക്ക് ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ ചിന്തകൾക്കും തോന്നലുകൾക്കും അനുസരിച്ച് ജീവിച്ചു പോയ ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് കർത്താവേ. ദൈവമേ, ഒരുപാട് തരത്തിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളിലും ഞങ്ങൾ ചെന്ന് കുടുങ്ങിയിട്ടുണ്ട്. സ്വന്തം ശക്തിയെയും ബുദ്ധിയെയും ദൈവമായി കരുതി ആശ്രയിച്ച കാലഘട്ടങ്ങളുണ്ട്. ഹബക്ക പ്രവാചന പുസ്തകത്തിൽ 1:11 സ്വന്തം ബുദ്ധിയെ ദൈവമായി കരുതി ആശ്രയിക്കുന്നവർ പരിഭ്രാന്തരായി തീരുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പസ്തോലന്മാരെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ തോന്നി. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഹിച്ചുകൊണ്ട് പോയി. പരിശുദ്ധാത്മാവ് ഞങ്ങളെ തടഞ്ഞു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ തിരിച്ചയച്ചു. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് നയിക്കപ്പെട്ടു. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വേറൊന്നും വേണ്ട കർത്താവേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ തക്ക വിധം, ശരിയായത് പ്രവർത്തിക്കാൻ തക്ക വിധം പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രചോദനങ്ങൾ സ്വീകരിക്കാൻ തക്ക വിധം ഞങ്ങൾ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജഡപ്രകാരം ജീവിക്കുന്നവനെ ആത്മീയ കാര്യങ്ങൾ വിവേചിക്കാൻ സാധിക്കില്ലെന്ന് ശ്ലീഹ പറയുന്നുണ്ട്. ഈ ആശീർവാദ സമയത്ത് സകല ജഡത്തിൻ്റെ മേഖല വിട്ടുമാറാനും, നല്ലൊരു അനുതാപം കിട്ടാനും, നല്ല കുമ്പസാരം നടത്താനും,
പരിശുദ്ധാത്മ പ്രചോദനം തിരിച്ചറിയാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ഉയർത്തി തമനാശാന കാര്യങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ പ്രേരണകൾ ഭോഷത്വമാണ് വെളിപ്പെടുത്തി കർത്താവേ. ഈ ലോകത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും ജഡത്തിൻ്റെ പീഡകളും പൈശാചിക പീഡകളും ഇപ്പോൾ ശരീരം വിട്ടൊഴിയട്ടെ കർത്താവേ. ഈ ദാസീദാസന്മാരെ ബന്ധിക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങളും ഇപ്പോൾ യേശു നാമത്തെ തകരട്ടെ. അന്ധകാരം വരെ വിട്ടുപോട്ടെ. പരസങ്ങൾ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ മനസ്സിലാക്കുന്ന ഹൃദയങ്ങൾ വഴി യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന. യേശുവേ തിരുമുമ്പിൽ ബലിയായി തീരാൻ തിരുമാംസരക്തമാകാൻ. Come, Lord Jesus. എല്ലാ മഹത്വവും കർത്താവിന്. സ്തുതികൾ